10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ സഖ്യം നേതൃത്വം നൽകുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 100 ദിവസം എന്നത് അവരെ വിലയിരുത്താനുള്ള സമയമൊന്നുമല്ല. പക്ഷേ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയ ഒരു സർക്കാർ ഈ 100 ദിനങ്ങളിൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും. അതുകൊണ്ട് തന്നെ 100 ദിനത്തിലെ കണക്കെടുപ്പ് വളരെ സജീവമായി വി.ഡി. സതീശൻ സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സർക്കാരിന് സാധിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയുടെ ഒരു ചെറിയ ശതമാനമെങ്കിലും നിറവേറ്റാൻ സാധിച്ചു. ആ ചോദ്യങ്ങൾക്കാണ് ഈ 100 ദിനങ്ങളിൽ ഉത്തരം തേടേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ ഈ സർക്കാർ 100 ദിനം കൊണ്ട് ജനകീയമായി മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. അതിലാദ്യത്തേത് മുഖ്യമന്ത്രി വി.ഡി. സതീശനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും ജനങ്ങളുമായി കണക്റ്റഡ് ആണ് എന്നത് തന്നെയാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എല്ലാ ആഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം കൃത്യമായി ഉത്തരം പറയുന്നുണ്ട് മുഖ്യമന്ത്രി. അനിവാര്യമായ ഘട്ടങ്ങളിൽ അങ്ങനെ വാർത്താ സമ്മേളനങ്ങളല്ലാതെയും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. മന്ത്രിമാരും കൃത്യമായി തന്നെ തങ്ങളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഉള്ളപ്പോഴെല്ലാം പരമാവധി ജനങ്ങളെ നേരിൽ കാണാനുള്ള ശ്രമം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്നുണ്ട്. ആ നിലയ്ക്ക് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജനങ്ങളുമായി നന്നായി കണക്റ്റഡ് ആവുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ 100 ദിനം പരിശോധിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അതിനപ്പുറത്ത് ഈ 100 ദിനങ്ങളെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു എന്ന് കണക്കാക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജനം മാർക്കിടാൻ ഇറങ്ങിയാൽ അവർക്ക് മാർക്കിടാൻ തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ച 10 ഘടകങ്ങൾ കൂടിയുണ്ട്. ഈ ജനങ്ങളുമായി കണക്റ്റഡ് ആവുക എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട സംഗതി ഒഴിച്ചു നിർത്തിയാൽ മറ്റ് 10 കാര്യങ്ങൾ കൊണ്ടുകൂടി ഈ 100 ദിനങ്ങൾ സതീശൻ സർക്കാരിന് ഉയർന്ന മാർക്ക് നൽകുന്നതിന് കാരണമാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര തന്നെയാണ്. അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല. ഇതൊക്കെ സാധ്യമാകുമോ എന്ന് UDFിൻ്റെ പ്രകടന പത്രിക പുറത്തു വന്നപ്പോൾ ചോദിച്ചിരുന്നവരുടെ മുന്നിലേക്ക് ആ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവും ഗതാഗത മന്ത്രി CP ജോണും ആ ടീം അതിഭംഗിയായി തന്നെ ആ പ്രിയദർശിനി സൗജന്യ യാത്ര നടപ്പിലാക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള പരിശ്രമം നടത്തി. അതൊരു വലിയ വിജയമായി മാറിയിരിക്കുന്നു. ശരാശരി 5.5 ലക്ഷം വനിതകൾ പ്രതിദിനം യാത്ര ചെയ്തിരുന്ന ഇടത്ത് അത് 12.25 ലക്ഷം വനിതകൾ യാത്ര ചെയ്യുന്ന നിലയിലേക്ക് 87% വർധന സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിദിനം ഉണ്ടായിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഒറ്റ മാസം കൊണ്ട് തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വർധനയാണ് ഈ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും സ്ത്രീ യാത്രക്കാർ യാത്ര ചെയ്യുമ്പോൾ KSRTCക്ക് നഷ്ടമല്ലേ എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. സ്ത്രീ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗജന്യ യാത്ര നൽകാനുള്ള പദ്ധതി എങ്ങനെ സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നു? KSRTCയുടെ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് കൃത്യമായി കൊടുക്കുന്നുണ്ട്. എന്തായാലും KSRTCയിലെ പെൻഷനും ശമ്പളവും ഒക്കെ കൃത്യസമയത്ത് കിട്ടി എന്നുള്ള വാർത്ത കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. നേരത്തെയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കണം. രണ്ടാമത്തേത് ഓപ്പറേഷൻ തൂഫാനാണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന മറ്റൊരു പദ്ധതി കൂടി പോലീസിനെ കൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചെയ്യിക്കുന്നുണ്ട്. ഈ 2 പദ്ധതികളും കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. ഓരോ വീട്ടിലും ആഭ്യന്തര വകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ചർച്ചയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സർക്കാരിന് 100 ദിനത്തിൽ മാർക്കിടുമ്പോൾ ജനങ്ങൾ പരിഗണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ലഹരിയുടെ പിടിയിൽ നിന്ന് നമ്മുടെ തലമുറയെ രക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ആഭ്യന്തരമന്ത്രി ഏറ്റെടുത്തത്. അതോടൊപ്പം ഗുണ്ടകളെയും ക്രിമിനലുകളെയും അമർച്ച ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഓപ്പറേഷൻ ഗ്രിപ്പ്. അപ്പോൾ ജനങ്ങളുമായി കണക്ട് ചെയ്യാൻ പോലീസിനും സാധിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. കാരണം ഈ ലഹരി വ്യാപനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്.
മക്കളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന പല വാർത്തകളും കാണുമ്പോൾ ആശങ്കയോടെ കഴിഞ്ഞിരുന്നവർ ഇപ്പോൾ തെല്ലെങ്കിലും അവർക്ക് ആശ്വാസമുണ്ട്. ഈ മാഫിയയുടെ വേരറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്, പരസ്യമായി നടന്നിരുന്ന പല അത്തരത്തിലുള്ള ഇടപാടുകളും ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്, സ്വസ്ഥവും സമാധാനവുമായ ആഘോഷ പരിപാടികളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. അത് ഓപ്പറേഷൻ തൂഫാൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ്, ഓപ്പറേഷൻ ഗ്രിപ്പ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു തലമുറയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ലഹരി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുന്നതിന്, കുടുംബങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് ആ പ്രവർത്തനങ്ങൾ സഹായകരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ രണ്ട് വലിയ പദ്ധതികൾ ജനകീയമായി മാറിയിരിക്കുന്നു എന്നത് ഈ 100 ദിനങ്ങളിലെ വലിയ സവിശേഷതയായി നിൽക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ആ എക്സിം പദ്ധതിയും മിഷൻ സമുദ്രയും നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിലേക്ക് കുറഞ്ഞ ചെലവിൽ ഒരു വാതായനം തുറന്നിടുകയാണ് ശരിക്കും ഈ എക്സിം പോളിസിയിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നമ്മുടെ 2 തുറമുഖ നഗരങ്ങളെ കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മിഷൻ സമുദ്രയിലൂടെയും കൂടുതൽ ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്ന നിലപാടുകളിലൂടെയും ഈ തുറമുഖ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി എടുക്കുന്ന ഇനിഷ്യേറ്റീവുകൾ, അത് നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്കും നമ്മുടെ ചെറുകിട വ്യവസായ മേഖലയ്ക്കുമൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ 100 ദിനങ്ങളിലെ മറ്റൊരു ശ്രദ്ധേയ നീക്കമായി അത് നിൽക്കുന്നു. മറ്റൊന്ന്, ഓണക്കാലം കൂടിയാണ്. സപ്ലൈകോയിലൂടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി ജനങ്ങൾക്ക് ആ വലിയ വിലക്കയറ്റത്തിൻ്റെ ഭീതി ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. 253 കോടി രൂപ സിവിൽ സപ്ലൈസ് വകുപ്പിന് അനുവദിച്ച് വിപണിയിലെ ഇടപെടൽ സാധ്യമാക്കി. 19 ദിവസം കൊണ്ട് ഈ ഓണവിപണിയൊക്കെ ആരംഭിച്ച് വെറും 19 ദിവസം കൊണ്ട് 207 കോടിയുടെ വിറ്റുവരവുണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന അവസരത്തിൽ തന്നെ ഏകദേശം 26 ലക്ഷത്തോളം ആളുകൾ സപ്ലൈകോയുടെ വിവിധ ട്രേഡ് ഫെയറുകൾ സന്ദർശിച്ചു കഴിഞ്ഞു. അപ്പോൾ സപ്ലൈകോ ജനകീയമായി മാറിയിരിക്കുന്നു എന്നുള്ളത്, നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന പല തരത്തിലുള്ള ആശങ്കകളും സപ്ലൈകോയെ സംബന്ധിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. നല്ല പ്രീമിയം ഉൽപ്പന്നങ്ങൾ അവിടെ ലഭ്യമാണ്. അപ്പോൾ ആ തരത്തിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതിന്, അത് വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സാധ്യമായി എന്നതാണ് ഈ ഘട്ടത്തിൽ സപ്ലൈകോയിലെ സർക്കാർ ഇടപെടൽ വഴി സാധ്യമായിരിക്കുന്ന കാര്യം. വിപണി ഇടപെടലിലൂടെ വിലക്കയറ്റത്തിൻ്റെ ഭീതിതമായ സാഹചര്യത്തെ ഒരു വലിയ പരിധിവരെ പിടിച്ചു നിർത്താനായി എന്നുള്ളത്. മറ്റൊന്ന്, ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് ഒരു നിർണായക പങ്ക് വഹിച്ച ആശാവർക്കർമാർ, അവരുടെ സമരം എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്കിടയിൽ മുൻ സർക്കാരിനെതിരായിട്ടുള്ളൊരു വലിയ വികാരം സൃഷ്ടിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വി.ഡി. സതീശന് സാധിച്ചു. സ്വാഭാവികമായി അവർക്ക് ഓണക്കാലത്ത് ഓണം ആഘോഷിക്കാൻ അവരുടെ പുതുക്കിയ ശമ്പളം, അതോടൊപ്പം പാചക തൊഴിലാളികൾക്ക്, ആയമാർക്ക് ഒക്കെ ഓണക്കാല അലവൻസ് കൂടി ചേർത്ത് അത് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് മാത്രമല്ല കേട്ടോ, ഈ അവശ ജനവിഭാഗങ്ങൾക്ക് അടക്കം പെൻഷനുകൾ ആർക്കൊക്കെ അത് നൽകാനുണ്ടോ അതെല്ലാം കൃത്യമായി ഓണക്കാലത്തിന് മുമ്പ് തന്നെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ആശമാരോട് പറഞ്ഞ വാക്ക് പാലിച്ചു. അവരുടെ ശമ്പളത്തിൽ ആനുപാതികമായ വർധന, മുഴുവനായിട്ടുള്ള വർധന ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ സാധ്യമല്ലെങ്കിൽ പോലും അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന്, വയോജന വകുപ്പ്. അതും UDFൻ്റെ പ്രകടന പത്രികയിലെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. ഒരു മന്ത്രി പ്രത്യേകിച്ച് അതിനായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വകുപ്പ് രാജ്യത്താദ്യമായി രൂപീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് വി.ഡി. സതീശൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 100 ദിനത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ആരോഗ്യരംഗമാണ്. ആരോഗ്യമേഖല കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പരിതാപകരമായ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു മുൻ സർക്കാരിൻ്റെ അവസാന കാലങ്ങളിൽ. അതിന് മാറ്റമുണ്ടാവുകയാണ്. ആരോഗ്യമന്ത്രി നേരിട്ടിടപെടുകയാണ് എല്ലാ മേഖലയിലും. ഈ സ്പെഷ്യാലിറ്റി കെയർ 24 മണിക്കൂറും മെഡിക്കൽ കോളേജുകളിൽ മാത്രമല്ല മറ്റുള്ള ആശുപത്രികളിലും സാധ്യമാകുന്ന തരത്തിലേക്ക് ആരോഗ്യ വകുപ്പിനെ, ആരോഗ്യ മേഖലയെ
പുനഃക്രമീകരിക്കുകയാണ്. ആ പരിശ്രമം അതിപ്പോൾ പുനലൂർ ആശുപത്രിയിൽ അതിൻ്റെ ഒരു ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞു. അത് സാർവത്രികമായി കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതാകില്ല. സ്പെഷ്യാലിറ്റി സേവനങ്ങൾ 24 മണിക്കൂറും ലഭ്യമാകുന്ന കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ഈ 100 ദിനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യമേഖലയിൽ ഉണ്ടായിരുന്ന ചില അനാശാസ്യ പ്രവണതകളടക്കം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഈ അവശ ജനവിഭാഗങ്ങൾക്ക് പരമാവധി സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിന്, ലോണുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്ര 2026 എന്ന പദ്ധതി. അതിലൂടെ 16,000-ഓളം ബെനഫിഷ്യറീസിനെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവർക്ക് അത് സാധ്യമാക്കുന്നതിന് പരമാവധി ലോണുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ 10 ഘടകങ്ങൾ, പ്രിയദർശിനിയും ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ ഗ്രിപ്പും അതുപോലെ ആരോഗ്യമേഖലയിലെ സ്പെഷ്യാലിറ്റി കെയറിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും മിഷൻ സമുദ്രയും വിഴിഞ്ഞ മെക്സിമും അടക്കമുള്ള കാര്യങ്ങൾ, ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ, ഈ 100 ദിനങ്ങളിൽ ഒരു സർക്കാർ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നത് എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ്. സ്വാഭാവികമായി നമ്മൾ മുൻ സർക്കാരുമായിട്ടാകുമല്ലോ താരതമ്യം ചെയ്യുന്നത്. ആ മുൻ സർക്കാർ പിഴച്ചുപോയ ചില മേഖലകളിൽ കൃത്യമായ ഇടപെടലുകൾ സാധ്യമാക്കി. ഈ ഓണക്കാലത്തടക്കം ജനങ്ങൾക്ക് പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ പോക്കറ്റ് നിറച്ചു തന്നെ ഓണം ആഘോഷിക്കുന്നതിനുള്ള ഒരു അവസരം സർക്കാർ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് ഈ 100 ദിനങ്ങൾ ഓണക്കാലത്ത് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സവിശേഷത. വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങൾക്കും അഭിമാനിക്കാവുന്ന 100 ദിനങ്ങൾ തന്നെയാണ് കടന്നുപോയത് എന്ന കാര്യത്തിൽ തർക്കങ്ങളില്ല.